ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കൊളംബസിന്റെ വ്യവസ്ഥാ നിയമം എന്നുള്ള പരമ്പരയിൽ 4-ാമത്തെ അധ്യായം വിന്യാസങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഒരു വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യവസ്ഥയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അതിന്റെ വിന്യാസങ്ങളാണ്. അപ്പൊ അവയെക്കുറിച്ച് പറയട്ടെ ഇന്ന്. Patterns define a system's structure, function, and evolution, ensuring its purpose. വിന്യാസങ്ങൾ ഓരോ വ്യവസ്ഥയും ഉരുവാകുന്നത് ഒരു പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തിയായിരിക്കും. ഈ ആവശ്യം ഉപരിവ്യവസ്ഥയുടെയോ സഹവ്യവസ്ഥയുടെയോ ഉപവ്യവസ്ഥയുടെയോ ഇവയുടെ എല്ലാം തന്നെയോ ആയിരിക്കാം. ഈ ആവശ്യമാണ് ഉദ്ദേശ്യം അഥവാ പർപ്പസ്. ഉദ്ദേശ്യം നടപ്പിലാക്കുവാനായി വ്യവസ്ഥ നിർവഹിക്കേണ്ടുന്ന നിയതമായ കാര്യങ്ങളാണ് വ്യവസ്ഥയുടെ ധർമ്മം. ധർമ്മം നടപ്പിലാക്കുവാനായി വ്യവസ്ഥ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കർമ്മം. കർമ്മങ്ങൾ ധർമ്മത്തെ നടപ്പിലാക്കുന്നതിലും അധികമായോ അല്പമായോ വിരുദ്ധമായോ വികലമായോ ആയാൽ അത് വ്യവസ്ഥയുടെ ഉദ്ദേശ്യത്തെ ഉലയ്ക്കും. അതിനാൽ തന്നെ ഉദ്ദേശ്യ ധർമ്മകർമ്മങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന നിയതമായ നിഷ്കർഷകളാണ് വിന്യാസങ്ങൾ. ഓരോ വ്യവസ്ഥയും രൂപീകരണത്തിലും ഘടനയിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും പരിവർത്തനത്തിലും ദിശയിലും ഗതിയിലുമൊക്കെ ഉദ്ദേശ്യത്തിന് അനുസൃതമായ വിന്യാസങ്ങൾ പുലർത്തുന്നുണ്ടാവും. ഈ വിന്യാസങ്ങളാണ് വ്യവസ്ഥയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു താക്കോൽ അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്ന ഒന്നാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. അധികമാരും ചർച്ച ചെയ്യാത്ത, സാങ്കേതികമായി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്, വിന്യാസങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ, ഒരു വസ്തു വ്യവസ്ഥ സത്ത അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഘടന, നമ്മളതിനെ കാണുന്നതിന്റെ ഘടനയിലൂടെയാണ്. അപ്പൊ അതിന്റെ ഘടന, അതിന്റെ പ്രവർത്തനം, അതിന്റെ പരിണാമം, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് ആണ് ആ വ്യവസ്ഥയുടെ ഉദ്ദേശ്യം അഥവാ പർപ്പസ് എന്ന് പറയുന്നതിനെ തീരുമാനിക്കുന്നത്. ആ ആവശ്യം എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, ആ ആവശ്യത്തെയാണ് നമ്മളിവിടെ, ആവശ്യത്തിന്റെ ഒരു ക്രമമുണ്ട്, ക്രമത്തെയാണ് അല്ലെങ്കിൽ ആ ആവശ്യം ഉറപ്പാക്കാനായിട്ട് അവിടെ ഉണ്ടാകുന്ന സജ്ജീകരണത്തെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഒരു ക്രമത്തിൽ വേണത് മനസ്സിലാക്കാൻ. അതായത് ഓരോ വ്യവസ്ഥയും ഉരുവാകുന്നത് ഒരു പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തിയായിരിക്കും. ഇപ്പോ എന്റെ കൈയുണ്ടാകുന്നത് എന്റെ ശരീരത്തിന് വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ, ചില ആവശ്യങ്ങൾ. ഇപ്പൊ പുറഞ്ഞൊറിയുക, പോകുന്ന വഴി വകഞ്ഞു മാറ്റുക, മുമ്പിലുള്ളത് എടുത്ത് അങ്ങോട്ട് വയ്ക്കുക, ഇങ്ങോട്ട് വയ്ക്കുക, എന്റെ ശരീരത്തിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് എന്റെ കൈ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കൈ എന്നുള്ളതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്, അല്ലെ? അതുപോലെ തന്നെ ഓരോ വ്യവസ്ഥയും ഉരുവാകുന്നത് ഒരു പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തിയായിരിക്കും. അത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു, കൈ ഉണ്ടാകുന്നത് ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ കയ്യെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയാണ്. അതുപോലെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോ സഹവ്യവസ്ഥയുടെ അപ്പുറത്തുള്ള ഒന്നിന്റെ ആവശ്യത്തിനായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഉപവ്യവസ്ഥയുടെ അകത്ത് വ്യവസ്ഥയുണ്ടല്ലോ, അകം വ്യവസ്ഥകളുടെ ആവശ്യത്തിനായിരിക്കാം
അല്ലെങ്കിൽ ഇവയുടെ എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കാം എന്നുള്ളതാണ്. സത്യത്തിൽ ഇവയുടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ആ കണക്ഷൻ നമുക്ക് പിടികിട്ടുന്നത് വരെയും അത് അങ്ങനെയാണ്, നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹാവസ്ഥകളുടെ ആവശ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു യന്ത്രം ഉണ്ടാക്കും, ഞാൻ ഒരു യന്ത്രം ഉണ്ടാക്കും. അപ്പൊ യന്ത്രം ഒരു വ്യവസ്ഥയാണ്. യന്ത്രം ആർക്കു വേണ്ടിയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ അത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയ ചെയ്തത് ഞാനാണ്. അപ്പൊ എനിക്ക് വേണ്ടി അതുണ്ടാക്കി. അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് വിശക്കുന്നു, എന്റെ ആന്തരിക വ്യവസ്ഥയ്ക്ക് വിശക്കുന്നു. വിശക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എന്റെ ആന്തരിക വ്യവസ്ഥയുടെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാല് ഇപ്പോ ശരീരം കയ്യെ ഉരുവാക്കിയതുപോലെ എന്നെ ഉരുവാക്കിയത് പ്രകൃതിയാണ്, ഭൂമിയാണെന്ന് വേണേൽ പറയാം. അപ്പൊ ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടി. ഒരു യന്ത്രത്തെ ഞാൻ ഉരുവാക്കി എന്ന് പറയുമ്പോൾ ആ യന്ത്രം ഉണ്ടായത് എനിക്ക് വേണ്ടി. അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാനുണ്ടായത് അവർക്ക് വേണ്ടി. എന്റെ ആന്തരിക വ്യവസ്ഥയ്ക്ക് വേണ്ടി ഞാനൊരു പ്രവർത്തനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാനുണ്ടായത് ആന്തരിക വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയാം. സത്യത്തിൽ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഞാൻ. അപ്പോ ഈ ആവശ്യമുണ്ടല്ലോ, ആ ആവശ്യം, ഈ ആവശ്യം, ഉപരിവ്യവസ്ഥയുടെ ആവശ്യം, സഹവ്യവസ്ഥയുടെ ആവശ്യം, ആന്തരിക വ്യവസ്ഥയുടെ ആവശ്യം, ഈ ആവശ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ എന്നുള്ള വ്യവസ്ഥ ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശ്യത്തെ തീരുമാനിക്കുന്നത്. ഈ ആവശ്യമാണ് ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അവയുടെ ആവശ്യമാണ് എന്റെ ഉദ്ദേശ്യം. ആ ഉദ്ദേശ്യത്താണ് സാധാരണ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ഉദ്ദേശ്യം നടപ്പിലാക്കാനായിട്ട് വ്യവസ്ഥ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്നുള്ളത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കുറെ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണത്തിന് ആ വിശപ്പ് മാറ്റാനായിട്ട് ചെയ്യേണ്ടുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പ് മാറ്റുക എന്നുള്ളതിന് ഞാൻ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിനു പകരം ഞാൻ അഭക്ഷണമോ അമിത ഭക്ഷണമോ വികല ഭക്ഷണമോ ഞാൻ കഴിച്ചാലോ? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ശരീരത്തിലെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ജൈവ മൂലകങ്ങൾ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ നമ്മളൊരു കാപ്പി കുടിക്കും, വിശന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കാപ്പി കുടിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പരിപ്പ് വട തിന്നും. ഇത് ഭക്ഷണമാണോ? ഭക്ഷണമാണെന്ന് തോന്നിക്കുന്ന ഒന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞപ്പോ ഈ വിശപ്പ് എന്നുള്ള പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് അവിടെ നിൽക്കും. കാരണം അത് എന്ത് കിട്ടിയാലും അതിനെ സംശീകരിക്കാൻ ശ്രമിക്കും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഉദ്ദേശ്യം നടക്കാണ്ടാവും. പക്ഷെ ഉദ്ദേശ്യം നടത്താനായിട്ട് ഞാൻ ചെയ്തത് എന്താണ്? ചെയ്യേണ്ടുന്നത് എന്താണ്? ധർമ്മം. അപ്പൊ ഇതിൽ തന്നെ വരിക, ഈ ഉദാഹരണത്തിന് ബേസ് ചെയ്തിട്ട് തന്നെ വരിക. അപ്പോ ഈ ഉദ്ദേശ്യം എന്നുള്ളത് നടപ്പിലാക്കാനായിട്ട് വ്യവസ്ഥ നിർവഹിക്കേണ്ടത് നിയതമായ കാര്യങ്ങളാണ് വ്യവസ്ഥയുടെ ധർമ്മം. അതായത് വിശപ്പുണ്ടായാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയല്ല ധർമ്മം. ഭക്ഷണം കഴിക്കണം എന്നുള്ള ആവശ്യം, ഭക്ഷണം കഴിക്കുക എന്ന നിർദ്ദേശം, ഭക്ഷണം കഴിക്കുക എന്ന ആവശ്യം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ കഴിച്ചു എന്ന് പറയാൻ പറ്റൂ. ഭക്ഷണം കഴിക്കുക, ഇനി എന്താ വേണ്ടത്? ഭക്ഷണം കഴിക്കണം എന്ന് പറയില്ലേ? നമുക്കിനി ഭക്ഷണം കഴിക്കാം എന്ന് പറയില്ല. അപ്പൊ ആ ഭക്ഷണം കഴിക്കാമെന്നുള്ള തീരുമാനം, ഭക്ഷണം കഴിക്കാനായിട്ട് മുന്നോട്ട് പോക്ക്, ഭക്ഷണം കഴിക്കുക എന്നുള്ള ആവശ്യം, അത് മുൻപോട്ട് പോകുന്നു. ആ ആവശ്യകതയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം നടപ്പിലാക്കാനായിട്ട് അപ്പോ നമ്മള് എന്തോ ചെയ്യണം. അതായത് ഭക്ഷണം കഴിക്കുക എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുക, അവിടെ ഇരിക്കുക, കഴിക്കുക. ഹോട്ടലിലാണെന്ന് വെച്ചാൽ ഹോട്ടലിലേക്ക് പോവുക, അവിടെ ഇരിക്കുക, കഴിക്കുക. അപ്പോ കഴിക്കുക എന്ന ആവശ്യത്തിനെ നടപ്പിലാക്കണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതാണ് കർമ്മം എന്ന് പറയുന്നത്. ധർമ്മം, കർമ്മം. ഉദ്ദേശം നടപ്പിലാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ധർമ്മം, ധർമ്മം നടപ്പിലാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കർമ്മം. ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ ഇടയിൽ നിൽക്കുന്ന ഒരാളുടെ പേരാണ് മനസ്സ്. നമ്മളത് പിന്നീട് ചർച്ച ചെയ്യാം. ഈ കോണ്ടെക്സ്റ്റിൽ അതിന് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ധർമ്മം പാലിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ധർമ്മം വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോ വിശപ്പ് മാറ്റാനായിട്ട് ഭക്ഷണം എന്താണ്?
മാമ്പഴമാണ്. ഇന്നത്തെ ഭക്ഷണം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് മാമ്പഴമാണ്. മാമ്പഴം തിന്നു കഴിയുമ്പോൾ വിശപ്പ് മാറി. വിശപ്പിനെ ശമിപ്പിക്കാൻ എന്ത് കൊടുക്കണോ അത് കൊടുത്തു, വിശപ്പ് മാറി. അപ്പൊ വിശപ്പ് മാറിക്കഴിയുമ്പോൾ ആ വിശപ്പ് മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു. അതിന് വരെ നമ്മൾ പരിപ്പുവട തിന്നു. പരിപ്പുവട തിന്നു കഴിഞ്ഞാലും ധർമ്മം നിർവഹിച്ചു. പൂരണം നടത്തിയോ? ഇല്ല. ധർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധർമ്മം? വിശപ്പ് മാറ്റുക എന്നുള്ളതിന് വേണ്ടി എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ധർമ്മം. ആ ധർമ്മം പൂർത്തീകരിച്ചു. പരിപ്പുവട തിന്നു. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് കിട്ടിയോ? കിട്ടിയിട്ടില്ല. ആ ജൈവ മൂലകങ്ങൾ കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ എന്തായി? ഈ കർമ്മം എന്ന് പറയുന്നത് ചെയ്തു, പക്ഷെ ഒന്നുകിൽ അത് അധികമായി എന്ന് പറയാം, അല്ലെങ്കിൽ അല്പമായി എന്ന് പറയാം, അതല്ലെങ്കിൽ വിരുദ്ധമായി എന്ന് പറയാം, അതല്ലെങ്കിൽ വികലമായി എന്ന് പറയാം. ഈ ധർമ്മമായിട്ട് ചെയ്യേണ്ടതെന്തോ അത് മുഴുവനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കർമ്മം പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അത് ചെയ്യാത്തിടത്തോളം ഒന്ന് അധികമാവുക, അല്ലെങ്കിൽ അല്പമാവുക, അല്ലെങ്കിൽ വിരുദ്ധമാവുക, അതുമല്ലെങ്കിൽ വികലമാവുക. ഇങ്ങനെ എന്ത് ചെയ്താലും വ്യവസ്ഥയുടെ ഉദ്ദേശ്യം ഉലയപ്പെടും. ഈ ഉദ്ദേശ്യം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്തത്. ഈ കർമ്മം ചെയ്യുന്നത് കൃത്യമായിട്ടല്ലെങ്കിൽ അത് കർമ്മ ഭാരമുണ്ടാക്കും, കർമ്മത്തിന് ദോഷമുണ്ടാക്കും, കർമ്മദോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അതിനാൽ തന്നെ ഉദ്ദേശ ധർമ്മ കർമ്മങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന നിയതമായ നിഷ്കർഷകളാണ് വിന്യാസങ്ങൾ. ഇതും തെറ്റാതിരിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ഇന്ന രൂപത്തിലായിരിക്കണം എന്ന ഒരു നിഷ്കർഷ, നിയതമായ വഴി തന്നെ പോകണമെന്ന നിഷ്കർഷ അവിടെ ഉണ്ടായി വരും. അപ്പോ വഴി തെറ്റാതിരിക്കാൻ ഓൾറെഡി അവിടെ ചെയ്തൊരു കാര്യം വെച്ചിട്ടുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ കൂടെയാണ്, മൂക്കിൽ കൂടെയല്ല, ചെവിയിൽ കൂടെയല്ല എന്ന രീതിയിൽ ഇവിടെ ഈസോഫേഗസിന്റെ ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ട്രെയിൻ പോകാനായിട്ട് നമ്മൾ പാളം ഉണ്ടാക്കി വെക്കുന്നത്. ട്രെയിൻ ആ വഴി ഇവിടെയും പോകാതിരിക്കാനാണ് ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു നിയതമായ നിഷ്കർഷയാണ്. വണ്ടി പോകുവാനുള്ള നിയതമായ നിഷ്കർഷയാണ്. അതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ എന്റെ ശരീരത്തില് അല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തില് ഇത്തരത്തിലുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയതമായ നിഷ്കർഷ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ധർമ്മം എന്നുള്ളത് പാലിക്കാനായിട്ട് കർമ്മങ്ങള് കൃത്യമായിരിക്കണം. കർമ്മങ്ങൾ പാളിപ്പോകാതിരിക്കണമെങ്കിൽ, ഉലയാതിരിക്കണമെങ്കിൽ, ഉദ്ദേശ്യം ഉലയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ട്രാക്ക് ഉണ്ടാക്കും. ആ ട്രാക്കിലൂടെ കൊണ്ടുപോകുവാനായിട്ട്, വഴിതെറ്റാതിരിക്കാനായിട്ട് ഒരു നിയത നിഷ്കർഷ അവിടെ ഏർപ്പെടുത്തും. ആ നിയതമായി നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു ട്രാക്കിനെയാണ്, ആ നിഷ്കർഷയാണ് വിന്യാസം എന്ന് പറയുക. ഓരോ വ്യവസ്ഥയുടെ രൂപീകരണത്തിലും ഘടനയിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും പരിവർത്തനത്തിലും ദിശയിലും ഗതിയിലുമൊക്കെ ഉദ്ദേശ്യത്തിനനുസൃതമായ വിന്യാസങ്ങൾ പുലർത്തുന്നുണ്ടാവും. രൂപീകരണം, ഒരു വ്യവസ്ഥ രൂപീകരിക്കുന്നുണ്ടല്ലോ, അത് എന്താണോ ഉദ്ദേശ്യം, ആ ഉദ്ദേശ്യം പാലിക്കാൻ പാകത്തിൽ മാത്രമാണ് അതുണ്ടാക്കുക. നമ്മളൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ വാട്ടർ ടാങ്കിന്റെ പർപ്പസ് സെർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരത്തേക്ക്, അത്രയും പ്രദേശത്തേക്ക് മുഴുവൻ വെള്ളം എത്തിക്കാനുള്ള പ്രഷർ നൽകേണ്ടതുണ്ട്. ആ പ്രഷർ നൽകാൻ പാകത്തിലുള്ള ഉയരം അതിനുണ്ടാകണം. ആ ഉയരം എന്നുള്ളത് മുൻകൂർ കണ്ടുകൊണ്ടാണ് എഞ്ചിനീയർമാർ അത് പണിയുക. അതായത് രൂപീകരണം എന്ന കാര്യത്തില് ഈ വിന്യാസം ഉണ്ടായിരിക്കും, പാറ്റേൺ ഉണ്ടായിരിക്കും. ഒരിക്കലും മറ്റേ വാട്ടർ ടാങ്കിന് ഒരു മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല ഉണ്ടാവുക. വാട്ടർ ടാങ്കിന് കാലുകൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ബേസ്മെന്റ് ഉണ്ടാവും. അപ്പോ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ വിന്യാസങ്ങൾ അവിടെ ഏർപ്പാടായി തുടങ്ങി. ഇനി രൂപീകരിച്ചു. അപ്പൊ രൂപീകരിക്കുമ്പോൾ അതിനൊരു ഘടന വരും. രൂപീകരിക്കുന്ന സമയത്ത് ആ വിന്യാസം വന്നു. ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ്. നമ്മളിപ്പോ ഒരു കാര്യത്തെ കാണുമ്പോൾ അതിന്റെ രൂപത്തിൽ നിന്നാണ് കാണുന്നത്, അല്ലെ? അപ്പൊ ആ രൂപമായിട്ട് കാണുന്നതിന്റെ ഘടനയാണ്. ഘടനയ്ക്ക് ഒരു വിന്യാസം ഉണ്ടായിരിക്കും. ഘടന എങ്ങനെ ചെയ്തു അതിനനുസരിച്ചായിരിക്കും പെരുമാറ്റം. ഒരു കുറ്റിയിൽ പശുവിനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശു ആ വട്ടത്തിലേ പോവുള്ളൂ. അതിനകത്ത് വരികയാണെങ്കിൽ വട്ടം തെറ്റാം.
വട്ടം വേണ്ട, റാൻഡം ആകാം. പക്ഷെ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ വട്ടത്തിലേ പോകുള്ളൂ. അതാണ് വിന്യാസം. അപ്പോ ഘടന എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പെരുമാറ്റം ഉണ്ടാവുക. ഘടനയ്ക്കനുസരിച്ച് മാത്രമേ പെരുമാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോ ഘടന, അവിടെ ഒരു വിന്യാസമുണ്ട്, പെരുമാറ്റത്തിനൊരു വിന്യാസമുണ്ട്. ഈ പെരുമാറ്റം എങ്ങനെയാണോ ഇതിനനുസരിച്ചായിരിക്കും പ്രവർത്തനവും ഉണ്ടാവുക. പെരുമാറ്റം എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തിക്കാനുള്ള സജ്ജീകരണത്തിന്റെ പ്രകടനമാണ് പെരുമാറ്റം എന്ന് നമുക്ക് വിചാരിക്കാമെങ്കിൽ, അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് പ്രവർത്തനം. ആ പ്രവർത്തനത്തിനും ഒരു വിന്യാസം ഉണ്ടായിരിക്കും. ഇനി പ്രവർത്തനം എന്ന് പറയുന്നത് ചലനമാണ്, അല്ലെ? പെരുമാറ്റം എന്നുള്ളത് അതിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിന്റെ എക്സ്പ്രഷനോട് കൂടിയുള്ള ചലനമാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിനും ഒരു വ്യതിയാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ, അല്ലെ? ഇപ്പൊ ഞാനിങ്ങനെ എന്റെ ശരീരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു, എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം. ഞാൻ പെരുമാറുന്നു, പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പ്രവർത്തിക്കുന്നു, പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാവാം. അപ്പോ ഞാൻ എപ്പോഴും ചലനത്തിന് വിധേയനാണ്. ആ ചലനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ചലനത്തിൽ ഉണ്ടാവുന്ന വെച്ചാൽ പരിണാമമാണ്, പരിവർത്തനമാണ്. ഈ പരിവർത്തനത്തിനും ഒരു പാറ്റേൺ അല്ലെങ്കിൽ വിന്യാസം ഉണ്ടാകാം. ഈ പരിവർത്തിക്കുന്നത് എങ്ങോട്ടാ? അത് സാധ്യമായ ഒരു ദിശയിലേക്കാണ്. ആ ദിശയിൽ മാറ്റമുണ്ടാകാം, പരിവർത്തന ദിശയിൽ മാറ്റം ഉണ്ടാകാം. അപ്പോൾ പരിവർത്തന ദിശയിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അവിടേക്കുള്ള ഗതികമുണ്ടല്ലോ, ആ മുന്നോട്ടുള്ള ആക്കമുണ്ടല്ലോ, അതില് എന്ന് വെച്ചാൽ പർപ്പസ് എന്നുള്ള സംഭവം തന്നെയുണ്ടല്ലോ, ആ പർപ്പസിന്റെ ഗതിയിൽ തന്നെ മാറ്റമുണ്ടാകും. അപ്പോ ഇവിടെയെല്ലാം ആ പർപ്പസിന്റെ ഗതി വരെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. ഗതി തെറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെയും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ വ്യവസ്ഥയുടെ രൂപീകരണത്തിലും ഘടനയിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും പരിവർത്തനത്തിലും ദിശയിലും ഗതിയിലുമൊക്കെ ഉദ്ദേശത്തിനനുസൃതമായ വിന്യാസങ്ങൾ പുലർത്തുന്നുണ്ടാവും. ആ ട്രാക്കിംഗ് അവിടെ എല്ലാം ഉണ്ടാവും. ഈ വിന്യാസങ്ങളാണ് വ്യവസ്ഥയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. അതിന്റെ ധർമ്മത്തെ, കർമ്മത്തെ ഒക്കെ നിർണ്ണയിക്കുന്ന ഈ വിന്യാസങ്ങൾ. അപ്പോ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ചേർന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവ പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവർത്തനം വഴിതെറ്റരുത് എന്നത് നമ്മൾ മനസ്സിലാക്കി. കാരണം ആ വ്യവസ്ഥ ഉണ്ടാവുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. പർപ്പസ് പാലിക്കാനായിട്ട് ചെയ്യേണ്ടത് ധർമ്മമാണ്, ധർമ്മങ്ങൾ പാലിക്കാനായിട്ട് ചെയ്യേണ്ടത് കർമ്മമാണ്. ഈ കർമ്മങ്ങൾ വഴിതെറ്റിയാൽ ധർമ്മത്തിന്റെ പൂരണം സാധിക്കാതെ പോകും, പർപ്പസ് സാധിക്കാതെ പോകും. അത് വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ പാടെ ഉലയ്ക്കും. ഈ ഉലയ്ക്കൽ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചില താങ്ങുകൾ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ ഒരു പന്തൽ കെട്ടുമ്പോൾ പന്തലിന്റെ 4 വശത്തും നമ്മൾ കയറ് വലിച്ചു കെട്ടാറുണ്ട്, അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ടുണ്ട്. അപ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനാണ് വിന്യാസം എന്ന് പറയുന്നത്. ആ രൂപ കൽപ്പന, ആ വിന്യാസം എന്ന് പറയുന്നത് അതാണ്. ആ വിന്യാസം എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇത് ആ രൂപീകരണം ഡിസൈനിങ് എന്നുള്ള പ്രോസസ്സിൽ വരാം, ഡിസൈനിൽ വരാം, അതായത് സ്ട്രക്ചറിൽ വരാം, അതിന്റെ ഫങ്ഷനിൽ വരാം, അതിന്റെ ബിഹേവിയറിൽ വരാം, അതിന്റെ ട്രാൻസ്ഫോർമേഷനിൽ എവല്യൂഷനിൽ വരാം, അതുപോലെ ഡിറക്ഷനിൽ വരാം, അതിന്റെ മൊമെന്റത്തിൽ വരാം. ഇവിടെയെല്ലാം ഈ വിന്യാസങ്ങൾ എന്നുള്ളത് അവൈലബിൾ ആണ്. വിന്യാസങ്ങൾ എന്നുള്ളത് ഒരു ഡിസൈനാണ്, പാറ്റേൺ എന്ന് പറയാം. അതൊരു ഡിസൈനാണ്. അത് ആണ് ആ സത്തയുടെ വ്യവസ്ഥയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പറയാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് ഈ പാറ്റേണിനെ ഇത്രയും വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചത്. അപ്പോ പാറ്റേൺ എന്നുള്ളത് വ്യവസ്ഥയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണയമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സർവ്വ കാര്യങ്ങളിലും പാറ്റേണുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്ത ഒന്നാണ് പാറ്റേൺ എന്നുള്ളത് കൊണ്ടാണ് ഇത്ര എടുത്തു പറയുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും ബോധ്യവും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.